ഉം, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗ്രഹങ്ങളുടെ പുരുഷാധിഭേദങ്ങളെ പറ്റിയാണ് പറയുന്നത്. പുരുഷാധിഭേദത്തെ പുരുഷൻ, സ്ത്രീ, നപുംസക ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ. അത് എങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഷോർട്ട് വീഡിയോയിൽ പറയുന്നത്. സൂര്യൻ, വ്യാഴം, ചൊവ്വ എന്നിവർ പുരുഷഗ്രഹങ്ങളും ശുക്രനും ചന്ദ്രനും സ്ത്രീ ഗ്രഹങ്ങളും ബുധനും ശനിയും നപുംസക ഗ്രഹങ്ങളുമാണ്. സൂര്യൻ, വ്യാഴം, ചൊവ്വ എന്നിവർ പുരുഷഗ്രഹങ്ങൾ, ശുക്രനും ചന്ദ്രനും സ്ത്രീ ഗ്രഹം, ബുധനും ശനിയും നപുംസകം. സ്ത്രീ പുരുഷ ഭേദത്തെ അറിയുന്നത് ജനിച്ചത് സ്ത്രീയാണോ പുരുഷനാണോ എന്നറിയാൻ സാധിക്കും. ചിന്തിക്കപ്പെടുന്ന ആൾ സ്ത്രീയോ പുരുഷനോ എന്നറിയാം. പുരുഷഗ്രഹം പുരുഷരാശിയിൽ നിന്നാലും അംശകം ചെയ്താലും പുരുഷൻ തന്നെ എന്ന് നിശ്ചയിക്കാം. ഈ വിധം സ്ത്രീഗ്രഹം സ്ത്രീരാശിയിൽ നിന്നാൽ സ്ത്രീ തന്നെ. സ്ത്രീഗ്രഹത്തിന്റെ പ്രായത്തിനനുസരിച്ച സ്ത്രീയാണെന്ന് പറയണം. പുരുഷഗ്രഹത്തെ കൊണ്ടും ഈ വിധം പ്രായത്തെ പറയണം. കള്ളന്റെ അല്ലെങ്കിൽ കള്ളിയുടെ പ്രായം, ഗ്രഹം നിൽക്കുന്ന രാശി, മറ്റ് ഗ്രഹങ്ങളോടുള്ള യോഗദൃഷ്ടികൾ എന്നിവ കൊണ്ടുകൂടി ചിന്തിക്കുക. നപുംസകം എന്നാൽ യൗവനയുക്തരായ സ്ത്രീ പുരുഷന്മാരുടെ സ്വഭാവം പൂർണ്ണമായും ഇല്ലാത്തവർ എന്നാണ് അർത്ഥമാക്കേണ്ടത്. നപുംസകം വെച്ചാല് സ്ത്രീയോ പുരുഷനോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ബാലാവസ്ഥ, വൃദ്ധാവസ്ഥ എന്നീ അവസ്ഥകളെയാണ് സൂചിപ്പിക്കുന്നത്. ബുധനെ കൊണ്ട് പ്രായപൂർത്തിയാകാത്ത ബാലികമാരെ സാധാരണയായി ചിന്തിക്കാറുണ്ട്. ഇത് പ്രധാനമായും സ്ത്രീരാശി മൂലക്ഷേത്രമായതുകൊണ്ടാണ്. ബുധന്റെ മൂലക്ഷേത്രം കന്നി രാശിയാണ്, അത് സ്ത്രീരാശിയാണ്. അതുകൊണ്ടാണ് സ്ത്രീ ആയിട്ട് എടുക്കുന്നത്. എന്നാൽ ബുധൻ പുരുഷരാശിയിൽ സ്ഥിതിയും അംശവുമായാൽ ബാലനെ പറയും. ബാലനെയാണ്, യുവാവിനെ അല്ല പറയും. അതേസമയം തന്നെ നല്ല ബലമായിട്ട് ഉച്ചം കന്നിരാശിയാണ്. അപ്പൊ അവിടെ നിന്നാല് യുവതിയെ തന്നെ പറയാം. അങ്ങനെയുണ്ട്. നിസർഗദശയിൽ ബുധന് 3 വയസ്സിന് മുകളിൽ 12 വയസ്സ് വരെ ആണ് പ്രായം. നമ്മൾ ഏകം നവവിംശതി ശ്രുതികൃതം എന്നുള്ള ശ്ലോകമുണ്ട്, വേറെയുള്ള ശ്ലോകമുണ്ട് നിസർഗദശയെ പറഞ്ഞത്. അതില് ചന്ദ്രന് 1 വയസ്സും ചൊവ്വയ്ക്ക് 2 വയസ്സും ബുധന് 9 വയസ്സും പിന്നെ ശുക്രന് 20 വയസ്സും. അതെങ്ങനെയാണ് കണക്കാക്കുന്നത് വെച്ചാല് ചന്ദ്രന് 1 വയസ്സ്, അപ്പോൾ 1 വയസ്സ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചൊവ്വയ്ക്ക് 2 വയസ്സ്, അപ്പോൾ 3 വയസ്സ് വരെ ചൊവ്വ. എന്നുവെച്ചാല് ശിശുത്വം. അത് കഴിഞ്ഞിട്ട് ബാലത്വം, 3 വയസ്സ് തുടങ്ങി 12 വയസ്സ് വരെ ബാലത്വം. 12 വയസ്സിന് ശേഷം 20 വർഷം ശുക്രന്റെ നിസർഗദശയാണ്. അക്കാലത്ത് യൗവനം. ബുധന്റെ കാരകത്വം കളി കാര്യങ്ങളൊക്കെ, പഠനം, കളി കാര്യങ്ങളൊക്കെ 3 വയസ്സിന് തുടങ്ങും. ഉയർന്ന പഠനം നിസർഗദശയിൽ നടക്കും. അപ്പൊ യൗവനാരംഭം വരും, യൗവനം തുടുക്കും. അപ്പൊ അതും 32 വയസ്സ് വരെ. ആ കാലത്ത് വിവാഹം, ലൈംഗിക ബന്ധങ്ങൾ, സന്താനം, ഉൽപാദനം, അതിനെ നോക്കല്, കർമ്മഗുണം, അങ്ങനെ അനേകം വിഷയങ്ങൾ യൗവനത്തിലാണ് നടക്കുന്നത്. 12 വയസ്സിനും 32 വയസ്സുണ്ട്. അപ്പോ ഇവിടെ ബുധന് ബാല്യം കൊണ്ടാണ് നപുംസകത്വം പറഞ്ഞത്. പക്ഷെ ബാലൻ എന്നുള്ള അർത്ഥം യൗവനം വരാത്തതുകൊണ്ട് ആണ് സ്ത്രീയാണോ പുരുഷൻ, ബാലികയായാലും ബാലനായാലും ഒരു സ്വഭാവങ്ങളാണ്. കളിയും കാര്യങ്ങളും പഠനമൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും. യൗവനം വരാത്തതുകൊണ്ടാണ് അവിടെ ബാലൻ എന്ന് പറഞ്ഞത്. അതാണ് നപുംസകത്വം കൊണ്ട് പറഞ്ഞത്, അല്ലാതെ സ്ത്രീയും പുരുഷനും കൂടിയ ലിംഗത്തെ പറ്റിയല്ല. ബുധൻ സ്ത്രീരാശിയിൽ നിന്നാൽ പെൺകുട്ടിയായും പുരുഷരാശിയിൽ നിന്നാൽ ആൺകുട്ടിയുമായും എടുക്കും. ശനി വൃദ്ധനാണ്. നിസർഗദശയിൽ 70 മുകളിൽ 120 വയസ്സ് വരെയാണ് ശനിയുടെ പ്രായം. അതിവാർദ്ധക്യം മൂലം ഓജസ് നഷ്ടപ്പെട്ടതിനാൽ യുവാക്കളുടെ വീര്യം ഇല്ലാത്തതായി തീരുന്നതിനാലാണ് ശനിക്ക് നപുംസകത്വം വന്നത്.
അതിവൃദ്ധന് സ്ത്രീയെ യുവാവിനെ പോലെ സന്തോഷിപ്പിക്കാനാവുകയില്ല. ശനിയുടെ മൂലക്ഷേത്രം കുംഭം പുരുഷരാശിയാവും. ഇങ്ങനെയാണ് ഇവിടെ സ്ത്രീ പുരുഷന്മാര് ബുധനെയും ശനിയെയും നപുംസകത്വം പറയാനുള്ള മുഖ്യ കാരണം ശനിയുടെ ബാലത്വവും അതുപോലെ തന്നെ ബുധന്റെ ബാലത്വവും ശനിയുടെ വാർദ്ധക്യവും. 70 വയസ്സ് തുടങ്ങി 120 വയസ്സ് വരെയുള്ള ആളെയാണ് ശനിയുടെ നിസർഗദശ കൊണ്ട് പറഞ്ഞു. അപ്പൊ ആ നിസർഗദശ കൊണ്ട് അത്രയും കാലം പറഞ്ഞുകൊണ്ട് അയാൾ അതിവൃദ്ധനാണ്. ആ വൃദ്ധത്വം 50 വയസ്സ് വരെ 32 വയസ്സ് തുടങ്ങിയ 50 വയസ്സ് വരെയുള്ള 18 കൊല്ലം വ്യാഴത്തിന്റെ നിസർഗദശം. 50 തുടങ്ങി 70 വരെ 20 വർഷം സൂര്യന്റെ നിസർഗദശം. 70 തുടങ്ങിയ 120 വർഷം 50 കൊല്ലം ശനിയുടെ നിസർഗദശം. അപ്പോൾ അതിവാർദ്ധക്യം മൂലം അയാളുടെ യൗവനം നഷ്ടപ്പെടുന്നു, ഓജസ് നഷ്ടപ്പെടുന്നുണ്ട്. സ്ത്രീകളെ സന്തോഷിപ്പിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ഇവിടെ നപുംസകത്വം പറഞ്ഞത്. അപ്പോ അതുകൊണ്ടാണ് ശനിനെ ആദ്യം പറഞ്ഞത് എന്ത്? ബുധനും ശനിയും നപുംസഗ്രഹങ്ങളാവും. സൂര്യൻ, വ്യാഴം, ചൊവ്വ എന്നിവർ പുരുഷഗ്രഹങ്ങളും ശുക്രനും ചന്ദ്രനും സ്ത്രീ ഗ്രഹങ്ങളും. ചൊവ്വയ്ക്ക് ഇവിടെ 3 വയസ്സ് വരെ ഓടിച്ചാടി നടക്കാം, സകല കുസൃതികളും ചെയ്യാം, അതെന്ത് ഇതെന്തെന്ന് ചോദിക്കാം. അങ്ങനെ ഉള്ളതാണ് ആ ചൊവ്വയുടെ കാലം, ഏറ്റവും വികൃതിയുള്ള കാലം. അതുകൊണ്ടാണ് ചൊവ്വയുടെ നിസർഗദശയായിട്ട് 3 വയസ്സ് വരെ പറഞ്ഞു. തുടർന്ന് പഠനങ്ങൾ കാര്യങ്ങൾ നടക്കാം, ചോദ്യോത്തരം തുടർന്ന് നടക്കാം, കളികളിൽ താല്പര്യം വർദ്ധിക്കുക. അതൊക്കെയാണ് ബുധന്റെ 3 വയസ്സ് തുടങ്ങി 12 വയസ്സ്. പിന്നെ പതുക്കെ യൗവന സ്വഭാവങ്ങൾ വരുന്നതുകൊണ്ടാണ് പിന്നെ ശുക്രന്റെ നിസർഗദശ. ശനിയുടെ മൂലക്ഷേത്രം കുംഭം പുരുഷരാശിയാവും. പുരുഷന്റെ അതിവൃദ്ധത്വം മൂലം ശനിക്ക് ആണ് പ്രായം കൂടുതൽ പറഞ്ഞത്. അതിവൃദ്ധത്വം 70-നും 120-നും അടുത്ത്. അയാളുടെ മൂലക്ഷേത്രം കുംഭരാശിയാണ്, അത് പുരുഷരാശിയാണ്. ബുധന്റെ മൂലക്ഷേത്രം കന്യയാണ്, അത് സ്ത്രീരാശിയാണ്. അതുകൊണ്ടാണ് അത് കന്യക അല്ലെങ്കിൽ പെൺകുട്ടിയാണ് എന്ന്. ബുധൻ യോഗ ഇപ്പൊ സൂര്യനോ ചൊവ്വയോ വ്യാഴമോ ഏത് രാശിയിൽ ഇരുന്നാലും ആൺകുട്ടീനെ പറയാം. അപ്പോ അവര് സ്ത്രീരാശികളിൽ ഇരുന്നാല് സ്ത്രീ സ്വഭാവമുള്ള ആൺകുട്ടികളെ പറയും, ആണുങ്ങളെ പറയും. അതുപോലത്തെ ചന്ദ്രനും ശുക്രനും സ്ത്രീ ഗ്രഹങ്ങളാണ്. അവര് പുരുഷ രാശിയിൽ ഇരുന്നാല് പുരുഷ സ്വഭാവമുള്ള സ്ത്രീകളെ പറയും. ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രനും ശുക്രനും ഊർജരാശിയിൽ നിന്നാലും അയാളുടെ സ്ത്രീ സ്വഭാവങ്ങള് ഉണ്ട് അയാൾക്ക് എന്ന് പറയാം. അധികമായിട്ട് സൗമ്യത, മൃദുലത, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇവിടെ ശനി സ്ത്രീരാശിയിലും അംശത്തിൽ നിന്നാൽ വൃദ്ധയെ പറയും. ഓജരാശിയും അംശവുമായാൽ വൃദ്ധനെയും പറയും. അങ്ങനെ ബുധനെ കൊണ്ടും ശനിയെ കൊണ്ടും വ്യത്യസ്ത ലിംഗങ്ങളെ പറയാം. ശനി സ്ത്രീരാശിയിൽ നിന്നാൽ പ്രായമേറിയ സ്ത്രീകളെയാണ് പറയുന്നത്. ശനി ഓജരാശിയിൽ നിന്നാൽ പ്രായമേറിയ വ്യക്തികളെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രേതചിന്തയിലും അതുപോലെ നഷ്ടപ്പെട്ട വ്യക്തികളെ പറ്റിയുള്ള ചിന്തയിലും ആരാണ് നഷ്ടപ്പെട്ടത്? അപ്പൊ ശനിയാണ് ആരുടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ബലായിട്ട് നിൽക്കണമെങ്കിൽ ആ ശനിയെ കൊണ്ട് ഓജരാശിനോ വിപരാശിനോ അറിഞ്ഞിട്ട് വൃദ്ധനോ വൃദ്ധയോ ആണെന്ന് പറയും. ഇത്ര പ്രായമുള്ള ആള്, 70-ന് മുകളിലുള്ള പ്രായം. അപ്പൊ ഈ പറഞ്ഞ പോലെ ശനിയുടെ കൂടെ തന്നെ വ്യാഴം നിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ അപ്പൊ വ്യാഴത്തിന് കൂടുതൽ പ്രായം പറയാം. കാരണം വ്യാഴത്തിനേക്കാൾ പ്രായം, വ്യാഴം ഏകദേശം 50 വയസ്സ് 40 വയസ്സ് വരെ എന്ന് പറഞ്ഞാല് 50 വയസ്സ് വരെയുള്ള നിസർഗദശന വ്യാഴത്തിന്. അതിന് ശനിയോട് കൂടാണെങ്കിൽ വ്യാഴത്തിന് പ്രായം 70 വരെ പറയാം.
കാരണം ശനിക്ക് 70 തുടങ്ങിയാണ് പറഞ്ഞു. അപ്പൊ ശനിയോട് യോഗം ചെയ്യുന്ന വ്യാഴത്തിന് 70 പറയും. അതുപോലെ തന്നെ ഉം, ചൊവ്വയ്ക്ക് നിസർഗദശയിൽ 2 വയസ്സുള്ളെങ്കിലും യൗവനത്തിന് മറ്റു വിധത്തില് 40-45 യൗവനമുള്ള പുരുഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അയാൾക്ക് 10-45 വയസ്സ് പറയുമ്പോൾ ശനിയോട് കൂടുമ്പോൾ അത് 70 വയസ്സ് വരെ ഉള്ള പ്രായം ചൊവ്വയെ കൊണ്ട് പറയാം. അപ്പൊ അതാണ് അതിലെ വിഷയം. അങ്ങനെ ഏത് ഗ്രഹത്തിനോട് കൂടുന്നോ ആ ഏറ്റവും പ്രായം കൂടിയ പുരുഷന്റെ മിനിമം പ്രായം, ഏറ്റവും ചുരുങ്ങിയ പ്രായം മറ്റു ഗ്രഹങ്ങൾക്കും പറയാം. ഇപ്പൊ സൂര്യൻ 50 വയസ്സ് വരെ പറയാം, നിസർഗത്തിൽ പറയാനുള്ളത്. ശനിയോട് കൂടുമ്പോ 70-75 വയസ്സ് പറയേണ്ടി വരും. ബാലന് പിന്നെ ബുധന് ശനിയുടെ യോഗം വന്നാല് ആള് കുട്ടിത്വം ഉണ്ടെങ്കിലും വൃദ്ധനെ പോലെ പെരുമാറുന്ന ഒരു വ്യക്തിനെ വേണം പറയാനായിട്ട്. അതിനും ഈ പറഞ്ഞ 12 വയസ്സിനേക്കാൾ കൂടുതൽ പറയാം. പക്ഷെ അത്ര അധികം പറയാനും പറ്റില്ല. 10-30 വയസ്സ് വരെയൊക്കെ പറയാൻ പറ്റും. അങ്ങനെ ഓരോരുത്തരെ പറ്റും. ചന്ദ്രനോടുകൂടി ശനി നിന്നാൽ ഒരു വൃദ്ധയെയാണ് പറയുന്നത്. കാരണം സ്ത്രീ ഗ്രഹണം, മറ്റ് പ്രായമേറിയ അയാൾ പുരുഷഗ്രഹത്തിൽ നിന്നാൽ ആ സ്ത്രീ പുരുഷ സ്വഭാവമുള്ള വൃദ്ധയാണ് എന്ന് പറയും. ശുക്രനോടുകൂടി ശനി യോഗം ചെയ്താല് പിന്നെ ശുക്ലബലം കുറഞ്ഞ അല്ലെങ്കിൽ പിന്നെ ലൈംഗിക കഴിവുകളില്ലാത്ത ഒരു സ്ത്രീനെയാണ് പറയുന്നത്. അങ്ങനെ ഈ വിഷയത്തില് നമ്മൾ പ്രായം കൊണ്ടും പുരുഷഭേദാദികളും കളവ്, അതുപോലെ തന്നെ പ്രേതങ്ങളെ ചിന്തിക്കുമ്പോൾ പ്രശ്നത്തില് ഇത്രയും വയസ്സുള്ള ഇന്ന സ്ത്രീ അല്ലെങ്കിൽ ഇന്ന പുരുഷന്റെ പ്രേതാണ്, ഇന്ന കുട്ടിയുടെ പ്രേതാണ്, ഇന്ന പ്രായത്തിലുള്ള പ്രേതാണ് എന്ന് ചിന്തിക്കാൻ ഈ അറിവ് പ്രധാനം. അപ്പൊ അതിനൊക്കെ പരിഹാരങ്ങൾ ചെയ്യണം. അത് വീട്ടിൽ പിന്നെ ഏതൊരു ഭാവത്തിന്റെ ആധിപത്യം വെച്ചിട്ട് ഇന്ന ബന്ധത്തിലുള്ള ആളാണ്, ഇന്ന ദേശത്താണ് താമസിച്ചത്, ഇന്ന ജോലിയായിരുന്നു അവർക്ക് എന്നിങ്ങനെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞ് അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. ശരി. ഈ വോളിയം ഇപ്പോൾ